അപ്പം ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ബുക്കിലുള്ള 3rd ചാപ്റ്റർ നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ദ എക്കണോമിക് റിഫോംസ്, ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് സിൻസ് 1991 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എക്കണോമിക് റിഫോംസ് ഉണ്ടാവാനുള്ള കാരണം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. The origin of the financial crisis can be traced from the inefficient management of the Indian economy in the 1980s. We know that for implementing various policies and its general administration, the government generates funds from various sources such as taxation, running of public sector enterprises, etc. When expenditure is more than income, the government borrows to finance the deficit from banks and also from the people within the country and from international financial institutions. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാൻ കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇൻഎഫിഷ്യൻസിയാണ്. അത് മാനേജ് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ, 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാനേജ് ചെയ്യുന്നതിൽ ഉണ്ടായ ചില പോരായ്മകളാണ് ഇങ്ങനെയൊരു ക്രൈസിസ് ഉണ്ടാവാൻ കാരണം. നമുക്ക് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പദ്ധതികളും ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പണം ഒരു ദരിദ്ര രാജ്യമായ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് രാജ്യമായ ഇന്ത്യക്ക് ഒരുപാട് ഫണ്ടുകൾ ആവശ്യമാണ്. ഈ ഫണ്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയോ? ഒന്ന് ടാക്സേഷൻ ചെയ്യും, ടാക്സ് ആളുകളിൽ നിന്നും നികുതി പിരിക്കും. പിന്നെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ പൊതുമേഖലാ കമ്പനികൾ നടത്തിക്കൊണ്ട് അതിൻ്റെ ലാഭത്തിൽ നിന്നും ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്നും എന്താ വന്നത്, പോരാതെ വന്നു. ഇവിടെയുള്ള പദ്ധതികൾക്ക് ഈ ടാക്സേഷനോ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ നിന്നുള്ള പൈസയോ ലാഭമോ പോരാതെ വന്നു. അതുമാത്രമല്ല, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനനുസരിച്ച് വരവില്ലാതിരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെലവ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, വരുമാനം നോക്കിയിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത്, അതിനുള്ള ഫണ്ടുകൾ കണ്ടെത്തുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെ അതിനുള്ള ഫണ്ടുകൾ കണ്ടെത്തിയിട്ട് പിന്നെ ശരിയാവാഞ്ഞാൽ അതെന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കടം വാങ്ങിയിട്ടാണെങ്കിലും ഈ ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യും. അങ്ങനെ പക്ഷേ ആ കടത്തിൻ്റെ അളവ് നമ്മൾക്ക് എന്താ പറയുക, വളരെ കൂടുതലായിപ്പോയി. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. വെൻ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ഇൻകം, ദ ഗവൺമെൻറ് ബോറോസ് ടു ഫൈനാൻസ് ദ ഡെഫിസിറ്റ്. ആ ഡെഫിസിറ്റ്, ആ കമ്മി നികത്താൻ വേണ്ടിയിട്ട്, ചെലവ് വരവിനേക്കാൾ കൂടുതലാവുമ്പോൾ ചെലവിൽ ഉണ്ടാവുന്ന കമ്മി നികത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്നും, ജനങ്ങളിൽ നിന്നും, രാജ്യത്തിനകത്തുള്ള ജനങ്ങളിൽ നിന്നും, രാജ്യത്തിന് പുറത്തുള്ള വിവിധ ഏജൻസികളിൽ നിന്നും കടം വാങ്ങും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് കടം ഇന്ത്യക്ക് ഒരുപാട് കടം ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇനി നമ്മൾ വെൻ വി ഇമ്പോർട്ട് ഗുഡ്സ് ലൈക്ക് പെട്രോളിയം, വി പേ ഇൻ ഡോളേഴ്സ് വിച്ച് വി ഏൺ ഫ്രം അവർ എക്സ്പോർട്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വസ്തുവാണ് എന്ത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രധാനമായും നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യാണ്. ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, നല്ലൊരു പണം, നല്ലൊരു പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി, ഏത് രാജ്യത്തു നിന്നാണോ ഇറക്കുമതി ചെയ്യുന്നത് ആ രാജ്യത്തേക്ക് കൊടുക്കേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ കൊടുക്കാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ കയറ്റുമതിയിൽ നിന്നുള്ള, എക്സ്പോർട്ടിൽ നിന്നാണ് ആ പൈസ നമ്മൾക്ക് കിട്ടേണ്ടത്. ഓക്കെ. ഇനി ഡെവലപ്മെൻറ്റൽ പോളിസീസ് റിക്വയർഡ് ദാറ്റ് ഈവൻ ദോ the revenues were very low, the government had to overshoot its revenue to meet challenges like unemployment, poverty and population explosion. നമ്മുടെ വികസന നയങ്ങളൊക്കെ തന്നെ പറയുന്നത്
റവന്യൂ വരുമാനം കുറവാണെങ്കിലും ഗവൺമെൻറ് ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തുള്ള തൊഴിലില്ലായ്മ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ജനസംഖ്യാ വിസ്ഫോടനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നിയന്ത്രണാധീനമാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അത് നടപ്പിലാക്കണം എന്നാണ് വികസന നയങ്ങൾ പറയുന്നത്. നമ്മുടെ വീടുകൾ പോലെയല്ല എന്നർത്ഥം. വീടുകളിലാണെങ്കിൽ നമ്മൾ വരുമാനത്തിൽ ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ നമ്മൾ എവിടേക്ക് പോവും? കടക്കണിയിലേക്ക് പോവും. അപ്പോൾ രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് കുറച്ചൊക്കെ കടം വാങ്ങാം. രാജ്യങ്ങൾ കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യങ്ങളുടെ ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമ പദ്ധതികൾക്കായിട്ടാണ് പൈസ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ അത് ആ കടം വളരെ കൂടുതലായി പോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം വന്നത്. അത് മാനേജ് ചെയ്യാൻ നമ്മൾക്ക് പറ്റിയില്ല. The continued spending on development programs of the government did not generate additional revenue. ഈ വികസന പദ്ധതികളുടെ മേലെ ഒരുപാട് പൈസ ചെലവാക്കി, പക്ഷേ യാതൊരു അഡീഷണൽ വരുമാനവും നമ്മൾക്ക് കിട്ടിയില്ല. Moreover, the government was not able to generate sufficiently from internal sources such as taxation. വേറൊരു സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? ടാക്സേഷനാണ്. ഈ ടാക്സേഷൻ ലെവലൊക്കെ നമ്മുടെ പ്രോഗ്രസീവ് ടാക്സേഷനൊക്കെ വളരെ ഹൈ റേറ്റിലായിരുന്നു ആ കാലഘട്ടത്തിൽ. വളരെ ഹൈ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അധികം റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ടാക്സ് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, അതിൻ്റെ ലൂപ്പ് ഹോൾസൊക്കെ കണ്ടുപിടിച്ച് ഒഴിവാക്കുന്ന ഒരു പ്രവണതയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ടാക്സേഷനിൽ നിന്നും നമ്മുടെ ഇവിടെയുള്ള ചെലവിന് അനുസൃതമായ പണം കണ്ടെത്താൻ സാധിച്ചില്ല. ഓക്കെ. When the government was spending a large share of its income on areas which do not provide immediate returns such as the social sector and defense, there was a need to utilize the rest of its revenue in a highly efficient manner. അപ്പം നമ്മൾ ഗവൺമെൻറ് തൽക്കാലം പെട്ടെന്ന് റിട്ടേൺ കിട്ടാത്ത ഒരുപാട് പദ്ധതികളുടെ മേലെയാണ്. ഇപ്പം ഇന്ന് പൈസ ചിലവാക്കിയാൽ നാളെ നമുക്ക് വരുമാനം കിട്ടുന്നില്ല. ഒരു വലിയ ഡാം ഉണ്ടാക്കുക, വലിയൊരു അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി സ്ഥാപിക്കുക, ഇതൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപ നമ്മളിപ്പോൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിലും ഉടനെ തന്നെ അതിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കില്ല. അത് കിട്ടാൻ വേണ്ടി 10-20 കൊല്ലം പിടിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള പദ്ധതികളുടെ മേലെ ഗവൺമെൻറ് പൈസ, ഒരുപാട് പണം ചിലവാക്കുമ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് ബാക്കിയുള്ള വരുമാനം വളരെ എഫിഷ്യൻ്റായി കാര്യക്ഷമമായി നമ്മൾ വിനിയോഗിക്കേണ്ടിയിരുന്നു. ഓക്കെ. The income from public sector undertakings was also not very high to meet the growing expenditures. ഈ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ നിന്ന് ഗവൺമെൻറ്റിന് ലഭിച്ച വരുമാനവും വളരെ കൂടുതലായിരുന്നില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും എന്തായിരുന്നു? നഷ്ടത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, at times our foreign exchange borrowed from other countries and international financial institutions was spent on meeting consumption needs. പലപ്പോഴും നമ്മൾ കടം വാങ്ങിയ പൈസ, ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് കടം വാങ്ങി, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കായി കടം വാങ്ങിയ പൈസ നമ്മുടെ എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു? കൺസംഷൻ നീഡ്സ്, ഉപഭോഗത്തിനായി ഉപയോഗിക്കേണ്ട ഒരവസ്ഥ. ഏതുപോലെ നമ്മളിപ്പോൾ വീട് പണിക്കൊക്കെ ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് നമ്മൾ അരിയും സാമാനും വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ കുപ്പുകുത്തി, അതായത് കൺസംഷൻ നീഡ്സിന്, ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കടം വാങ്ങിയ പൈസ കൺസംഷൻ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നെയ്തർ വാസ് എൻ അറ്റംപ്റ്റ് മെയ്ഡ് ടു റെഡ്യൂസ് സച്ച് പ്രൊഫ്ലിഗേറ്റ് സ്പെൻഡിങ് നോർ സഫിഷ്യൻറ്റ് അറ്റൻഷൻ വാസ് ഗിവൺ ടു ബൂസ്റ്റ് എക്സ്പോർട്സ് ടു പേ ഫോർ ദ ഗ്രോയിങ് എക്സ്പോർട്സ്. അപ്പോൾ അവിടെ ഉണ്ടായില്ല, ആ സമയത്ത് ഉണ്ടായില്ല. എന്താണ് ഉണ്ടാവാതിരുന്നത്? ഈ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനുള്ള യാതൊരു വിധത്തിലുള്ള കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നമ്മുടെ എക്സ്പോർട്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടും. ആ എക്സ്പോർട്സ് കൂട്ടാനുള്ള യാതൊരു നടപടികളും ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. 1980-കളിൽ ഇൻ ദ ലേറ്റ് 1980s ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ബിഗാൻ ടു
exceed its revenue by such large margins that meeting the expenditure through borrowing become unsustainable. വളരെ വലുതായി എക്സ്പെൻഡിച്ചറും റവന്യൂവും തമ്മിലുള്ള വ്യത്യാസം കൂടി കടം വാങ്ങിയാലും ഇത് പിന്നെ എന്താ പറയുക മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. പ്രൈസസ് ഓഫ് മെനി എസെൻഷ്യൽ ഗുഡ്സ് റോസ് ഷാർപ്പ്ലി. അവശ്യ വസ്തുക്കളുടെ വിലയൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചു. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഇവിടെ പണപ്പെരുപ്പുണ്ടായി. നമ്മുടെ പൈസയുടെ, നമ്മുടെ കറൻസിയുടെ, നമ്മുടെ രൂപയുടെ മൂല്യം മറ്റു രാജ്യങ്ങളുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു. അങ്ങനെ രൂപയുടെ മൂല്യം കുറയുന്നത് കൊണ്ടാണ് സാധനങ്ങളുടെ വില വല്ലാണ്ട് വർദ്ധിച്ചു പോകുന്നത്. ഇമ്പോർട്ട്സ് ഗ്രൂ അറ്റ് എ വെരി ഹൈ റേറ്റ് വിതൗട്ട് മാച്ചിങ് ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട്സ്. ഇറക്കുമതി വളരെയധികമായി കൂടുകയും പിന്നെ അതേസമയം കയറ്റുമതിയിൽ കാര്യമായ വർധനവ് ഇല്ലാതിരിക്കുകയും ചെയ്തു. ആസ് പോയിന്റഡ് ഔട്ട് ഏർലിയർ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡിക്ലൈൻ ടു എ ലെവൽ ദാറ്റ് വാസ് നോട്ട് adequate to finance imports for more than 2 weeks. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയ കരുതൽ ശേഖരം ഉണ്ടാവുമല്ലോ RBI വെച്ചിട്ടുള്ള, ആ വിദേശ നാണയ ശേഖരത്തിൻ്റെ അളവ് കുറഞ്ഞ് അടുത്ത 2 ആഴ്ചത്തേക്ക് വേണ്ടി നമ്മൾക്ക് ആവശ്യമായ പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങാനുള്ള പൈസ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് താഴ്ന്നു. There was also not sufficient foreign exchange to pay the interest that needed to be paid to international lenders. Also, no country in international funder was willing to lend, or international funder was willing to lend to India. അതായത് നമ്മൾക്ക് ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പലിശ പോലും കൊടുക്കാൻ പറ്റാതെയായി. അങ്ങനെ പലിശ കൊടുക്കാൻ പറ്റാതെയായപ്പം നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ താഴ്ന്നു. ആരും നമ്മൾക്ക് പണം കടം തരാതെയായി മാറി. വളരെ വലിയൊരു പ്രതിസന്ധി തന്നെ അല്ലേ? India approached the International Bank for Reconstruction and Development, IBRD. ഇതിനെ തന്നെ വേറൊരു പേരാണ് പോപ്പുലർലി നോൺ ആസ് വേൾഡ് ബാങ്ക്, ആൻഡ് ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, and received $7 billion as loan to manage the crisis. നമ്മൾ വേൾഡ് ബാങ്കിൻ്റെ വേറൊരു പേരാണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. വേൾഡ് ബാങ്കിനെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFനെയും ഇന്ത്യ സമീപിച്ചു. അങ്ങനെ അവർ $7 ബില്യൺ നമുക്ക് പിന്നെ കടമായിട്ട് തന്നു. പക്ഷേ നമ്മൾ ആ കടം വാങ്ങുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഫോർ അവൈലിംഗ് ദ ലോൺ, ദീസ് ഇന്റർനാഷണൽ ഏജൻസീസ് എക്സ്പെക്റ്റഡ് ഇന്ത്യ ടു ലിബറലൈസ് ആൻഡ് ഓപ്പൺ അപ്പ്. 4 കണ്ടീഷനാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഇവിടെയുള്ള പിന്നെ സമ്പദ് വ്യവസ്ഥയിൽ എന്താക്കുക, ലിബറലൈസ് ചെയ്യുക, ഉദാരവൽക്കരിക്കുക, ആൻഡ് ഓപ്പൺ അപ്പ്, ഒന്നും കൂടി തുറന്ന് ആളുകളെയൊക്കെ പിന്നെ എന്താ പറയുക ഫേംസിനെയൊക്കെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ ലിബറലൈസ് ചെയ്യുക, ഓപ്പൺ അപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓപ്പൺ അപ്പ് ദ ഇക്കോണമി ബൈ റിമൂവിങ് റിസ്ട്രിക്ഷൻസ് ഓൺ ദ പ്രൈവറ്റ് സെക്ടറിൻ്റെ സ്വകാര്യ മേഖലയുടെ റിസ്ട്രിക്ഷൻസ് ഒക്കെ, നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റുക. റെഡ്യൂസ് ദ റോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ മെനി ഏരിയാസ്. ഗവൺമെൻറ്റിൻ്റെ റോള് കുറയ്ക്കുക. ഒരുപാട് ആവശ്യമില്ലാത്ത മേഖലകളിലൊക്കെ ഗവൺമെൻറ് കൈകടത്തുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോള് കുറയ്ക്കുക. ആൻഡ് റിമൂവ് ട്രേഡ് റിസ്ട്രിക്ഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റുക. ഈ 4 കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത്. ഈ പൈസ കൊടുക്കുന്ന സമയത്ത് അവരുടെ ചില കണ്ടീഷൻസ്, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, ലിബറലൈസ് ആൻഡ് ഓപ്പൺ അപ്പ് ദ ഇക്കോണമി. 2, റിമൂവ് ദ റിസ്ട്രിക്ഷൻസ് ഓൺ ദ പ്രൈവറ്റ് സെക്ടർ. 3, reduce the role of government in many areas. Remove trade restrictions between India and other countries. India agreed to the conditionalities of the World Bank and IMF and announced the new economic policy. അങ്ങനെ ഇന്ത്യ അത് എഗ്രി ചെയ്യുകയും ന്യൂ എക്കണോമിക് പോളിസി അനൗൺസ് ചെയ്യുകയും ചെയ്തു. The new economic policy consisted of wide-ranging economic reforms. The thrust of the policies was towards creating a more competitive environment
demand in the economy and removing the barriers to entry and growth of firms. അപ്പോൾ ഇത് ഒരു നടപ്പിലാക്കി ഈ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു എൻവയൺമെൻറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫേംസിനൊക്കെ മുന്നോട്ട് വരാൻ പറ്റിയ നല്ലൊരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബാരിയേഴ്സൊക്കെ എടുത്ത് മാറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ റിഫോംസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ദിസ് സെറ്റ് ഓഫ് പോളിസീസ് ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. 2 തരത്തിലുള്ള പോളിസീസ് ആണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ്, 2 സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. 2 പോളിസീസാണ്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സും. അതായത് ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മളിപ്പം അസുഖമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം അയാൾക്ക് എന്താണോ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അതിന് തക്കതായിട്ടുള്ള മരുന്ന് ആദ്യം കൊടുക്കും. എന്നിട്ടായിരിക്കും മൊത്തത്തിൽ അതൊന്ന് എന്താ പറയുക, ആ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ശേഷം ആയിരിക്കും മൊത്തത്തിൽ ബാക്കിയുള്ള എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുകയും ആ കാരണം റിമൂവ് ചെയ്യാനുള്ള മരുന്നുകൾ പിന്നെ കൊടുക്കുകയും ചെയ്യാം. അതേപോലെ ഇവിടെ 2 തരത്തിലുള്ള മെഷേഴ്സാണ് അഡോപ്റ്റ് ചെയ്തത്. ഒന്ന് നമ്മുടെ ആടി ഒലിഞ്ഞ് നിൽക്കുന്ന ഇന്ത്യൻ ഇക്കോണമിയെ തൽക്കാലത്തേക്ക് സ്റ്റെബിലൈസ് ചെയ്യാം, ഒന്ന് നേരെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്ട്രക്ചറൽ റിഫോംസ്, നമ്മുടെ ഇവിടെയുള്ള സെക്ടേഴ്സിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നാലോചിച്ചിട്ട് അങ്ങനെ സ്ട്രക്ചറിൽ മൊത്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആർ ഷോർട്ട് ടേം മെഷേഴ്സ് intended to correct some of the weaknesses that have developed in the balance of payments and to bring inflation under control. എന്താണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്? നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് ഇവിടെയുള്ള ഇന്ത്യയുടെ കടം, എക്സ്റ്റേണൽ ഏജൻസിയൊക്കെ ആയിട്ടുള്ള കടം, ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റിയ ചില മെഷേഴ്സും, പിന്നെ ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കറൻസിയുടെ മൂല്യം വല്ലാതെ താഴ്ന്നു പോകുന്ന അവസ്ഥ, അതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സാണ് സ്റ്റെബിലൈസേഷനിലുള്ളത്. ഇൻ സിമ്പിൾ വേർഡ്സ് ദിസ് മീൻസ് ദാറ്റ് ദർ വാസ് എ foreign keep rising. In simple words, this means that there was a need to maintain sufficient foreign exchange reserves and keep the rising prices under control. On the other hand, structural reform policies are long-term measures aimed at improving the efficiency of the economy and increasing its international competitiveness by removing the rigidness in various segments of the Indian economy. The government initiated a variety of policies which fall under 3 heads. അങ്ങനെ 3 കാറ്റഗറിയിലുള്ള റിഫോം മെഷേഴ്സാണ്. അപ്പോൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇക്കോണമിയിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഭാവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കതായിട്ടുള്ള മെഷേഴ്സാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. അത് 3 ഹെഡിങ്ങിലായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ലിബറലൈസേഷൻ എന്താണ്? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം. പ്രൈവറ്റൈസേഷൻ എന്താണ്? സ്വകാര്യവൽക്കരണം. ഗ്ലോബലൈസേഷൻ എന്താണ്? ആഗോളവൽക്കരണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്. ബാക്കി അടുത്ത സ്ലൈഡിൽ പറയാം.